സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മനുഷ്യത്വമുള്ള ഏതൊരു വ്യക്തിയുടെയും കണ്ണു നനയിക്കുന്ന ഒരു വീഡിയോ ആണത്. ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ് ആ ഒരു കാഴ്ച. അവിടെയുള്ള ഒരു BJP ജനപ്രതിനിധിയായ ലവ്കുഷ് ഓജ എന്ന മനസ്സിൽ വർഗീയത നിറഞ്ഞ ഒരു സംഘി ജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പുകയാണ്. അത്തരത്തിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് തലയിൽ തൊപ്പിയും താടിയുമൊക്കെയുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ അവിടേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി കടന്നു വരുന്നു. അയാളുടെ വേഷവിധാനം കണ്ട ഉടൻ തന്നെ ഭക്ഷണം വിളമ്പുന്ന ലവ്കുഷ് ഓജ എന്ന് പറയുന്ന സംഘി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് ജയ് ശ്രീറാം എന്ന് വിളിക്കാനാണ്. ആ വൃദ്ധനായ മനുഷ്യൻ അത് പറയാൻ മടിക്കുന്ന സമയത്ത് ആ സംഘി വീണ്ടും വീണ്ടും അയാളെ കൊണ്ട് അത് വിളിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. ഒടുവിൽ വിശപ്പിൻ്റെ കാഠിന്യമുള്ളത് കൊണ്ടും വേറെ വഴിയില്ലാത്തത് കൊണ്ടുമായിരിക്കാം ആ മനുഷ്യൻ അത് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവിടെയും തീരുന്നില്ല. ജയ് ശ്രീകൃഷ്ണ എന്നുകൂടി വിളിക്കാൻ വേണ്ടി അവൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അവസാനം വിശപ്പ് കൊണ്ടാവാം ആ പാവം മനുഷ്യൻ അതൊക്കെ വിളിച്ചു പറഞ്ഞ് ആ ഭക്ഷണവും വാങ്ങി അവിടെ നിന്നും പോകുന്നൊരു കാഴ്ചയാണത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കാം. നോക്കൊരു മനുഷ്യന്റെ വിശപ്പിനെ പോലും മാനിക്കാതെ മനുഷ്യത്വമില്ലാതെ ഇത്തരത്തിൽ സ്വന്തം മരത്തിന്റെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? മുസ്ലിമുകളോട് ഈ വർഗീയവാദിക്ക് എത്രത്തോളം വിദ്വേഷമുണ്ട് എന്നുള്ളത് ഈ ഒരു ദൃശ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ആ വീഡിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ വൃദ്ധനായ മനുഷ്യന്റെ മുഖത്തെ ഭാവം കണ്ടാൽ മനസ്സിലാകും ആ മനുഷ്യന്റെ ദയനീയത. ഒരു വശത്ത് തൻ്റെ വിശ്വാസം, മറുവശത്ത് വിശപ്പ്. ഒരു മനുഷ്യനെ ഇത്രത്തോളം നിസ്സഹായനാക്കാൻ മറ്റെന്തിനാണ് കഴിയുക? അദ്ദേഹം ഒന്നല്ല പലതവണ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നുണ്ട്. അത് കണ്ട് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്ന സംഖ്യയും അവിടെ നിൽക്കുന്നവന്മാരുമെല്ലാം പരിഹാസത്തോടു കൂടി ചിരിക്കുകയാണ്. അതൊരു തരം ആധിപത്യത്തിൻ്റെ ചിരിയാണ്. നീ എത്ര വലിയ വിശ്വാസിയാണെങ്കിലും എൻ്റെ മുന്നിൽ ഭക്ഷണം വേണമെങ്കിൽ നിനക്ക് നിൻ്റെ സ്വത്വം പണയം വെക്കേണ്ടി വരുമെന്ന അഹങ്കാരത്തിൻ്റെ ചിരി. ശ്രീരാമൻ എന്ന ദൈവസങ്കല്പം ഭാരതീയ സംസ്കാരത്തിൽ കാരുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് കാണുന്നത്. വിശന്നു നിൽക്കുന്നവനെ കൊണ്ട് തൻ്റെ പേര് വിളിപ്പിച്ചാൽ മാത്രമേ ഭക്ഷണം നൽകാവൂ എന്നതാണോ ശ്രീരാമൻ പഠിപ്പിച്ച ധർമ്മം? ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ പേരിനെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഇതുപോലെയുള്ള വർഗീയവാദികൾ. അന്നദാനം മഹാദാനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നടക്കുന്നത് അന്നദാനമൊന്നുമല്ല, നേരെ മറിച്ച് വിശപ്പിനെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് ചെയ്യുന്നത് ഒരു സാധാരണക്കാരനായ ഒരു സംഖ്യയല്ല, ഒരു ജനപ്രതിനിധിയായ ഒരു സംഖ്യയാണ്. നേതാക്കന്മാർ എന്നറിയപ്പെടുന്ന ഈ സംഖ്യകൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവന്മാരുടെ അണികളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എല്ലാ ജനങ്ങളെയും തുല്യമായി കാണേണ്ടതിന് പകരം ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭജനം നടത്തി ആനന്ദം കണ്ടെത്തുകയാണ് ഇത്തരം വർഗീയവാദികൾ. ആ മുസ്ലിം സഹോദരൻ ഒടുവിൽ ജയ് ശ്രീറാം എന്നും ജയ് ശ്രീകൃഷ്ണ എന്നും വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഭക്തി കൊണ്ടൊന്നുമല്ല, നേരെ മറിച്ച് തൻ്റെ വിശപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾക്കങ്ങനെ പറയേണ്ടി വരുന്നത്. തൻ്റെ അന്തസ്സിനേക്കാൾ വലുതാണ് തൻ്റെ വിശപ്പ് എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ്റെ അങ്ങേയറ്റത്തെ നിസ്സഹായതയാണത്. ഒരു മനുഷ്യനെ അവൻ്റെ വിശ്വാസം മാറ്റാൻ അല്ലെങ്കിൽ അവൻ്റെ ആത്മാഭിമാനം തകർക്കാൻ വിശപ്പിനെ ആയുധമാക്കുന്നത് എന്തുതരം ക്രൂരതയാണ്! ഒരു മനുഷ്യൻ്റെ വിശപ്പിനെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള അവസരമാക്കി മാറ്റുകയാണ് ഇത്തരം വർഗീയവാദികൾ. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വം എന്നൊരു സാധനമുണ്ടെന്ന് ഇവന്മാർ എന്നാണ് മനസ്സിലാക്കുക? ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എല്ലാം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. അതിൽ പോലും മതം കലർത്താൻ തുടങ്ങിയാൽ പിന്നെ ഈ സമൂഹത്തിൽ എന്ത് ഐക്യമാണ് അവശേഷിക്കുക? ഒരു ഭാഗത്ത് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും ലോകത്തെ വൻ ശക്തിയാകുന്നതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട്. മറുഭാഗത്ത് ഒരു പ്ലേറ്റ് ഭക്ഷണത്തിന് വേണ്ടി ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കൊണ്ട് നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന ദയനീയ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. നോക്കിയൊരു സംഭവം കേവലം ഉത്തർപ്രദേശിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് തള്ളിക്കളയാനാകില്ല. ഇത് നമ്മുടെ നാളെയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. മനുഷ്യത്വത്തിന് മുകളിൽ മതഭ്രാന്ത് വളരുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇനിയും ആവർത്തിക്കപ്പെടാം. ഇതുപോലെ മറ്റൊരു നടന്ന ഒരു സംഭവം കൂടി കാണിക്കാം. ഹിന്ദുക്കൾക്ക് മാത്രമേ ഭക്ഷണം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരുന്ന ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ ആട്ടിയോടിക്കുന്ന മനസ്സിൽ വർഗീയത നിറഞ്ഞ ഒരു സംഘി ഭക്ഷണം നൽകുന്നൊരു വീഡിയോ ആണ്. मुल्ला नाम है। हाँ भाई, किसी को अच्छा लगे अच्छा, कोई मुसलमान हमारा खाना ना खाए, सीधी बात है। बस चलो, हिंदू आए देंगे।
कुछ भी ले ले, हमें जान दे दो। भैया हम भी बना रहे 2 मिनट पीछे हो जाओ। भैया आ जाओ, मौलाना यार जरूरत पड़ेगी। हाँ बेट सही है ना। आओ, हिंदू आए मुल्ला ना आए, मुल्ला भाई हम मुल्ला ना खाओ। बोलो शुक्ला जी शुक्ला जिंदाबाद। ഇത്തരം അനീതികൾക്കെതിരെ പ്രതികരിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. വിശക്കുന്നവന് മുന്നിൽ വലുപ്പ ചെറുപ്പമില്ലാതെ മതഭേദമില്ലാതെ ഒരു കൈ സഹായം നീട്ടാൻ കഴിയേണ്ടതുണ്ട്. എല്ലാറ്റിനേക്കാളും മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്ന് ഉറക്കെ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭക്ഷണത്തിന് മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ നിസ്സഹായതയാണ് ഇവിടെ ചൂഷണം ചെയ്യുന്നത്. തങ്ങൾക്ക് കീഴിലുള്ള ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർ തങ്ങൾ പറയുന്നത് പോലെ കേൾക്കണമെന്നൊരു തരം അധികാര പ്രയോഗമാണ് ഈ വീഡിയോയിൽ കാണുന്ന ലൗക് ഷോജ എന്ന സംഘി വർഗീയവാദി ചെയ്യുന്നത്. വിശക്കുന്നവരെ ഭക്ഷണം നൽകുക എന്നത് പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അവിടെ ജാതിയോ മതമോ നോക്കാറില്ല. എന്നാൽ ഇതുപോലെയുള്ള വർഗീയവാദികൾ ഇന്ന് ഭക്ഷണം നൽകുന്നത് പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും വർഗീയ വിഭജനത്തിനുമുള്ള വേദികളാക്കി മാറ്റുകയാണ്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യനകറ്റുന്ന കാഴ്ചയാണത്. ഏറ്റവും ദയനീയമായ ഒരു കാര്യം, ചുറ്റും നിൽക്കുന്നവർ അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. രാജ്യം എത്ര വലിയ സാമ്പത്തിക വളർച്ച നേടിയെന്ന് അവകാശപ്പെട്ടാലും സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് വിശപ്പില്ലാതെ ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം ആ വികസനം ഒരിക്കലും പൂർണ്ണമായി മാറുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭക്ഷണം വേണമെങ്കിൽ അവൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയണമെന്ന് വാശി പിടിക്കുന്നതാണോ സംഘികൾ സ്വപ്നം കണ്ട വികസിത ഭാരതം? സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഒരുപക്ഷെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകാം. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലുള്ള വർഗീയവാദികൾ രാജ്യത്തെ നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുസ്ലിം സഹോദരങ്ങളും ഇതുപോലെ ഭക്ഷണം നൽകാറുണ്ട്. പക്ഷേ അവരാരും ഭക്ഷണം നൽകുന്ന സമയത്ത് തങ്ങളുടെ മുന്നിൽ പാത്രം നീട്ടി വരുന്ന ജനങ്ങളോട് അവർ മതം തിരയാറില്ല. അവരോട് ആരും നിർബന്ധിച്ച് അല്ലാഹു അക്ബർ എന്നൊന്നും വിളിപ്പിക്കാറില്ല. കാരണം ഇസ്ലാം എന്നത് മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും മതമാണ്. മുസ്ലിം സഹോദരങ്ങൾ ഇത്തരത്തിൽ ഭക്ഷണം നൽകുന്ന 1-2 വീഡിയോ ഞാനൊന്ന് കാണിക്കാം. നോക്കൂ, എത്ര മനോഹരമായ കാഴ്ചയാണിത്. നോക്കൂ, തൻ്റെ അയൽക്കാരന് പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ നമ്മോട് പഠിപ്പിച്ചത്. ഇവിടെ അയൽക്കാരൻ എന്നാണ് പ്രവാചകൻ പറയുന്നത്. അതിൽ മുസ്ലിമാകാം, ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മതമുള്ളവനാകാം, മതമില്ലാത്തവനാകാം, അങ്ങനെ ആരുമാകാം. അത്തരത്തിൽ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഭക്ഷണം നൽകണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഒരു മനുഷ്യൻ്റെ ആവശ്യമായ വിശപ്പ് മാറ്റുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ അവൻ്റെ മതം നോക്കാനല്ല.